രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ച ഈ ബുധനാഴ്ച നടക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ്. നമുക്കറിയാം, അമേരിക്കയുമായി സൗഹൃദമുണ്ടെങ്കിൽ കൂടിയും നമ്മളെ ആശങ്കപ്പെടുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പറയാവുന്നത് അമേരിക്കയുടെ സൈനിക ആക്രമണത്തിൽ നമ്മുടെ 3 സൈനികർ മരിച്ചു എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ, ഇന്ത്യക്കാർ 3 പേർ മരിച്ചു എന്ന വാർത്ത കൂടി വരുമ്പോൾ ഇതിൻ്റെ ആശങ്കയൊക്കെ നമ്മൾ അമേരിക്കയോട് പലവട്ടം പങ്കുവെക്കുന്നുണ്ട്. അതിനുമപ്പുറം നമ്മളെ സാമ്പത്തിക പ്രശ്നത്തിൽപ്പെടുത്തിയ വ്യാപാര കരാറടക്കമുള്ള ഗുരുതരമായ മറ്റു വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള സംഘർഷ വിഷയങ്ങളിലൊക്കെ അമേരിക്ക എടുത്ത നിലപാട്, ഇങ്ങനെ നമുക്ക് സംശയമുറുത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനിടയിലാണ് ബുധനാഴ്ച ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തുന്നത്. G7 ഉച്ചകോടിക്കുള്ള ഇടെയാണ് ഇരുവരും മുഖാമുഖം വന്നുകൊണ്ടുള്ള കൂടിക്കാഴ്ച. 15 മാസത്തിന് ശേഷമാണ് ഇരുവരും കാണുന്നത്. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാവുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയാണ്. വി ആർ കാർത്തിക് ഉണ്ട്. കാർത്തിക്, ഈ കൂടിക്കാഴ്ചയെ അങ്ങേറ്റം ഗൗരവത്തോടെ കാണാം. നമുക്ക് ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അമേരിക്കയെ സമൻ ചെയ്ത അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യക്ക് വിളിച്ചു വരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു സംഭവം അടക്കമുണ്ട്. നമ്മൾ ഈ കൂടിക്കാഴ്ചയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എങ്ങനെ കാണാം? 2025 ഫെബ്രുവരിയിലാണ് അവസാനമായി ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുന്നത്. അതായത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യമായി നടത്തിയ കൂടിക്കാഴ്ച. അവിടെ നിന്നിങ്ങോട്ട് ഇപ്പോൾ 15 മാസങ്ങൾ പിന്നിടുന്നു. ഈ 15 മാസങ്ങൾക്കിടയിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പലതരത്തിലുള്ള ഭിന്നതകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി. അത് വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ, H-1B വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഏറ്റവും ഒടുവിൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് 3 നാവികർ കൊല്ലപ്പെട്ട വിഷയത്തിൽ അടക്കം ഇന്ത്യ പല ഘട്ടങ്ങളിലും അമേരിക്കയെ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായി. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉഭയകക്ഷി ചർച്ച നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബുധനാഴ്ച വൈകിട്ട് 6:15 ഇന്ത്യൻ സമയം 6:15 ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നത് ഏറെ നിർണായകവുമാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു G7 ഉച്ചകോടിയാണ് ഇത്തവണത്തേത്. പ്രത്യേകിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സമാധാന കരാറിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും സുപ്രധാനമായും ചർച്ചകളിലേക്ക് വരിക. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന വിവരം കൂടി പുറത്തു വരുന്നു ബുധനാഴ്ച വൈകിട്ട് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം. അങ്ങനെയെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നേരിൽ കാണുമ്പോൾ അത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അതിലേറ്റവും പ്രധാനം വ്യാപാര കരാർ തന്നെയാണ്. ഈ ഇന്ത്യയുമായി എപ്പോഴും സൗഹൃദം എന്നത് തന്നെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് മോഡി എന്നൊക്കെ അദ്ദേഹം വാക്കുകളിൽ ഉച്ചരിച്ച് അങ്ങനെ പലപ്പോഴും അഭിസംബോധന ചെയ്യാറുണ്ട്. പക്ഷേ ഈ സൗഹൃദം എന്നത്, ഇരു രാജ്യങ്ങളുടെ സൗഹൃദം പരസ്പരമുള്ള ഒരു വ്യാപാര കരാറുകളും ബന്ധങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്നതിൽ കൂടിയാണല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് മാത്രമായ ഒരു ഫേവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട്? അങ്ങനെ ഒരു സാധനം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിൽ തുടങ്ങുന്നത്. ഈ പിഴത്തീരുവ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള ഈ വ്യാപാര കരാറിന് ശേഷമാണ്. ആ വ്യാപാര കരാർ പ്രഖ്യാപിച്ച ശേഷം അത് വലിയ തോതിൽ ഇന്ത്യയെ ബാധിച്ചു. കാരണം കയറ്റുമതിയെയും ഇറക്കുമതിയെയും ഒരുപോലെ ബാധിച്ചു. പിഴത്തീരുവ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രതിസന്ധി ഒരു ഘട്ടത്തിലെങ്കിലും മറികടക്കാനായത് അമേരിക്കയിലെ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നാണ്. ആ സുപ്രീം കോടതി വിധി ഈ പിഴത്തീരുവ റദ്ദാക്കുന്ന വിധിയായിരുന്നു. ആ പിഴത്തീരുവ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിക്ക് ശേഷം 10% ഇപ്പോഴത്തെ തീരുവ. ആ കാലാവധി, അതായത് ജൂലൈ 24 വരെയാണ് ഈ 10% തീരുവ എന്ന കാലാവധി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നേരത്തെ തന്നെ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രസ്താവന നടത്തിയിരുന്നു. ഇടക്കാല വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രസ്താവനകൾ. അത് ചരിത്രപരം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായി വാർത്താസമ്മേളനം നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഏതൊക്കെ മേഖലകളിലാണ് സഹകരണം, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇറക്കുമതിയിൽ ഇളവ്, അതോടൊപ്പം തന്നെ അമേരിക്ക നൽകുന്ന ഇളവുകൾ എന്തൊക്കെയെന്നൊക്കെ സംബന്ധിച്ച് ഇടക്കാല കരാർ നേരത്തെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതിൻ്റെ ഒരു രൂപരേഖ കേന്ദ്രം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അന്തിമ വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അന്തിമ വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപുള്ള
ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തോളമായി ഈ ചർച്ചകൾ പല തലങ്ങളിൽ പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് US-ന്റെ സെക്ഷൻ 301 എന്ന നിയമം, ആ നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിഴത്തീരുവ അത് ചില രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ അധാർമികമായ രീതിയിൽ അമേരിക്കയുമായി വ്യാപാരം നടത്തുന്നു എന്ന് കണ്ടെത്തിയാൽ, അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ആ രാജ്യങ്ങൾക്ക് പിഴത്തീരുവ ചുമത്താനുള്ള അവകാശം അമേരിക്കയ്ക്കുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 301 എന്ന വകുപ്പ്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 54 രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ 12.5% അധിക തീരുവ ചുമത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിന് ഇന്ത്യ വലിയ തോതിൽ ആശങ്ക അറിയിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ജൂൺ ആദ്യവാരമായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ബുധനാഴ്ച നടക്കുന്ന ചർച്ചകളിൽ ഇത് തന്നെയാവും ഒരു സുപ്രധാനമായും ചർച്ചയ്ക്ക് വരിക. കാരണം അതിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക ഈ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കും എന്ന് തന്നെയാണ് സൂചന. മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ച എന്നതുകൊണ്ടുകൂടി നിർണായകമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക ആർക്കൊപ്പമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലിലാണ്, എൻ്റെ ഇടപെടലിലാണ് യുദ്ധം തീർന്നതെന്ന ട്രംപിൻ്റെ അവകാശവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്ക അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് പങ്കുവയ്ക്കാനുണ്ടാകുമോ? അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ഈ ഉഭയകക്ഷി ചർച്ചയുടെ മറ്റൊരു പ്രത്യേകത. പല ഘട്ടങ്ങളിലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് നൊബേൽ സമ്മാനത്തിനൊക്കെ അപേക്ഷ സമർപ്പിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ട്രംപ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം തൻ്റെ ഇടപെടലാണ്. താൻ ഇടപെട്ട് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നൽകിയതുകൊണ്ടാണ്, തീരുവ അടക്കമുള്ള കാര്യങ്ങളിൽ ചില ഭീഷണികൾ നടത്തിയതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത്. പല ഘട്ടങ്ങളിലും ട്രംപ് ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ വന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത് നിരസിക്കുകയാണ് ചെയ്തത്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തൻ്റെ ഇടപെടൽ നിർണായകമായി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ അത്തരത്തിൽ മൂന്നാമതൊരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് അസന്നിഗ്ധമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലടക്കം ചർച്ചകൾ ഉണ്ടാകുമോ എന്നുകൂടി ഉറ്റുനോക്കുകയാണ് ബുധനാഴ്ച നടക്കുന്ന ഈ ഉഭയകക്ഷി ചർച്ചയിൽ. എന്തായാലും രാജ്യം ഉറ്റുനോക്കുകയാണ് ചർച്ച. അമേരിക്കയുമായി മികച്ച ബന്ധമുണ്ടാവണം എല്ലാ അർത്ഥത്തിലും. അതിൽ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ തീരുവ നയം പ്രതിസന്ധിയിലാക്കിയ നിരവധി വ്യാപാരികളും മേഖലകളുമുണ്ട് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലടക്കം. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഈ കൂടിക്കാഴ്ചയെ കാത്തിരിക്കുന്നത്. ബുധനാഴ്ച നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും.